ഭാരതീയ ജനതാ പാർട്ടിയും ആല സംരക്ഷണ വേദിയും സംയുക്തമായിട്ട് ഇന്ന് അയർക്കുന്നം പഞ്ചായത്ത് പടിക്കലേക്ക് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ്. ഈ ആല് മാത്രമല്ല, സമൂഹത്തിന് ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അതിനെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ തയ്യാറാകും. ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് കാടുകൾ വളർന്നു വരുന്നതിന്റെ ഇടയിൽ ഒരു പാപമാല്, ഒരു കുഞ്ഞുനാമ്പ് ഇവിടെ വളർന്നു വരുന്നത് ആർക്കാണ് ഇത്ര ദോഷം ചെയ്യുന്നത്? ഇത് പ്രകൃതി തന്ന വരദാനമാണ്. മനുഷ്യൻ ഇവിടത്തെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, ഇവിടെ വായു മലിനീകരണം നടക്കുമ്പോൾ ആലിനെ പോലെയുള്ള വൃക്ഷങ്ങൾ നമുക്ക് തരുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ആലൊരു ഔഷധ വൃക്ഷമാണ്. നമ്മുടെ ശ്വസനത്തിന് വേണ്ടി ഓക്സിജൻ തരുന്നതാണ്. ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കിട്ടേണ്ടതാണ്. പ്രതിഷേധ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ജില്ലാ ട്രീ അതോറിറ്റി മെമ്പർ കെ ബിനു സാറാണ്. നമ്മൾ ഈ വളരെ നാളുകളായിട്ട് 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു ആലിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാലും ഈ ആലിനെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് അംഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയും ഒന്നടങ്കം ഈ ഒരു പ്രതിഷേധ സമരവുമായിട്ട് മുമ്പോട്ട് പോകും. ഈ ആൽത്തറ സംരക്ഷിക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സമരപരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമരപരിപാടിയിൽ ഇവിടെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീ ബിനു സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കും. മനുഷ്യന് ആയുസ് ഉള്ളതുപോലെ തന്നെ മരങ്ങൾക്കും ആയുസ്. ഒരു കുന്നത്തങ്ങിൻ്റെ ആയുസ് 85 വർഷമാണ്, ഒരു പ്ലാവിൻ്റെ ആയുസ് 85 വർഷമാണ്, ഒരു തേക്കിൻ്റെ ആയുസ് 62 വർഷമാണ്. എന്നാൽ ഒരു അരയാലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 1200 വർഷം മുതൽ 1500 വർഷം വരെയാണ്. കോൺഗ്രസുകാർ ഭരിക്കുന്ന അവസരത്തിൽ പോലും 113 വയസ്സ് പ്രായമുള്ള സാലു മരുത തിമ്മക്ക എന്ന വനിതയ്ക്ക് ആ ഗവൺമെന്റ് ക്യാബിനറ്റ് റാങ്കാണ് നൽകിയിട്ടുള്ളത്. സാലു മരുത തിമ്മക്ക 113 വയസ്സിന് ഇടയിൽ ആയിരക്കണക്കിന് അരയാലിന്റെ തൈകളാണ് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് നട്ടുപിടിപ്പിച്ചത്. ഞാൻ സാലു മരുത തിമ്മക്കയെ കാണുന്നതിന് വേണ്ടി കർണാടകയിൽ പോയി അവരുടെ അനുഗ്രഹം വാങ്ങി. ആ സമയത്ത് പാർലറി സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ചെറിയ വാടക വീട്ടിലാണ് ആ അമ്മ കഴിയുന്നത്. ഭർത്താവ് മരണപ്പെട്ടു, കുട്ടികളാരുമില്ല. സാമൂഹ്യ പ്രവർത്തകരാണ് ആ അമ്മയുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. അവിടെ ചെന്ന അവസരത്തിൽ പാർലറി സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് ബാംഗ്ലൂരിൽ ഒരു വലിയ അരയാൽ മരമുണ്ട്. ആ അരയാൽ മരം ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്തായി ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അവർ പറഞ്ഞു, ഈ അരയാല് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് എന്ന്. ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ആ അരയാൽ ചുവട്ടിൽ നിന്നാണ് ശോഭായാത്ര ആരംഭിക്കുന്നത്. റംസാൻ കാലത്തെ മതവിശ്വാസങ്ങളുടെ ഭാഗമായി നടക്കുന്ന വലിയ റാലി ആരംഭിക്കുന്നത് മുസ്ലിങ്ങൾ ആ ആലിന്റെ ചുവട്ടിൽ നിന്നാണ്. അതൊരു പ്രതീകമാണ്. അത്തരത്തിൽ ബാംഗ്ലൂർ പോലുള്ള ഒരു പ്രദേശത്ത് സർവമതത്തിൽപ്പെട്ടവരും ഒരു ആലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള കാഴ്ച അവിടെ കാണാൻ കഴിയും. ഹിന്ദുക്കളെ സംബന്ധിച്ച് ആല് പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവിക പരിവേഷമുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രതോ ശിവരൂപായ വൃക്ഷരാജ്യീയ നമ എന്നാണ് വൃക്ഷായുർവേദം പറയുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കുടികൊള്ളുന്നത് ആലിലാണ് എന്നാണ്
ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നു. അതതിൻ്റെ ചരിത്രമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയില്ലാത്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മണി വലിയ എഴുത്തുകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിൽ ആൽച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന അവസരത്തിൽ വിശപ്പ് സഹിക്ക വയ്യാതെ കയ്യിൽ കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ ചെന്ന് ഒരു പൊതി വാങ്ങി, അതിലൊരു മീൻ കഷണവുമുണ്ട്. അത് വെച്ച് ആലിന്റെ ചുവട്ടിൽ വെച്ച് അത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോയി കൈ കഴുകി വന്നപ്പോഴത്തേനും ഒരു പട്ടി ആ പൊതി എടുത്തുകൊണ്ട് പോയി. ബഷീറിനാകെ സങ്കടമായി. പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. അതിനുശേഷം തളർന്ന് കിടന്ന് ആ ആൽച്ചൂട്ടിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം വൈക്കം മുഹമ്മദ് ബഷീർ ഉണർന്നപ്പോൾ പറഞ്ഞു, എൻ്റെ വയറാകെ നിറഞ്ഞു, എനിക്കിപ്പോൾ വിശപ്പില്ല. കാരണം ശുദ്ധവായു ശ്വസിച്ച് ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് പുതിയ ഊർജം കിട്ടി. ആ പാവം പട്ടി എന്നെ ആ ചോറിന്റെ ബാക്കി കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ എറണാകുളത്ത് പുല്ലുവഴിയിൽ സഖാവ് PKV-യുടെ വീടിന് അടുത്തായി 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് മുന്നിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന് മുന്നിൽ ഒരു പേരാൽ നിൽപ്പുണ്ട്. ആ പേരാൽ വെട്ടിയ അവസരത്തിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ അതിന്റെ ചോട്ടിൽ ഒത്തുകൂടി. പ്രിയപ്പെട്ട സൈമൺ ബ്രിട്ടോയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾത്തൈകൾ നട്ട് തന്റെ ജീവിതം മരങ്ങൾ നടുന്നതിന് വേണ്ടി മാറ്റിവെച്ച സൈമൺ ബ്രിട്ടോ ആണ് ആ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഇന്ന് ഓർക്കുന്നു പുല്ലുവഴിയിൽ. അങ്ങനെ ആ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെ കൂടിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ആ ആല് നശിപ്പിക്കുന്നതിന് എതിരായിട്ട് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഒരു മെയില് സന്ദേശം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. മെയിൽ ID പ്രധാനമന്ത്രിയുടെ കിട്ടിയെങ്കിലും അതിനകത്ത് കിടക്കുന്നതിന് ചില നിയമപ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി അടയാളപ്പെടുത്തിയാൽ മാത്രമേ ആ മെയിൽ ഐഡിയിൽ പ്രവേശിക്കാനും മെയിൽ സന്ദേശം നൽകാനും സാധിക്കുള്ളൂ. ദിവസങ്ങളിലെ പരിശ്രമത്തിന്റെ ഫലമായി ആ മെയിൽ ID തുറന്നു കിട്ടുകയും ഞങ്ങൾ ഒരു പരാതി നൽകുകയും ഉണ്ടായി. ഞങ്ങൾ ഓർത്തു, എന്ത് ചെയ്യാനാണ്, നരേന്ദ്രമോദി ഇതെല്ലാം കാണുമോ, പ്രധാനമന്ത്രിക്ക് ഇതിനെല്ലാം സമയമുണ്ടോ? ഞങ്ങൾ ചിന്തിച്ചു. പുല്ലുവഴിയിൽ നടന്ന സംഭവമാണ്. എന്നാൽ കേവലം 2 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്നും വനം വകുപ്പിന്റെ ആളുകൾ നേരിട്ട് ഈ മരം കാണുന്നതിനും തുടരന്വേഷണം നടത്തുന്നതിനും വേണ്ടി ഒരു സംഘം ആളുകൾ എറണാകുളത്തെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും അവിടെ നിന്ന് ഫോറസ്റ്റിന്റെ അകമ്പടിയോടുകൂടി, പോലീസിന്റെ അകമ്പടിയോടുകൂടി പുല്ലുവഴിയിലെത്തി ആ മരം പരിശോധിക്കുകയും അന്ന് നിലവിലുണ്ടായിരുന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ഞങ്ങളിപ്പോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളിപ്പോ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വനം വകുപ്പിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന നിസ്സംഗത ആയിരുന്നു പുല്ലുവഴിയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പുല്ലുവഴിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു പോലീസ് പ്രതികരിച്ചത്, കളക്ടർ പ്രതികരിച്ചത്, പഞ്ചായത്ത് സെക്രട്ടറി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇവിടെ സമ്മതത്തോടെയുള്ള ആളുകൾ ഇതിന്റെ ചോട് വൃത്തിയാക്കി തറ നിർമ്മിച്ചപ്പോൾ, അത് പൊളിച്ചു കളഞ്ഞപ്പോൾ, ആ മരം വെട്ടി വീഴ്ത്തിയപ്പോൾ, പരാതി കൊടുത്തപ്പോൾ ആ വെട്ടി വീഴ്ത്തിയ മരം കാണുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ അധികാരികൾ എത്തിയത്. എന്നാൽ 2022 കൊടുത്തിട്ടുള്ള കേസിൽ ഒരു FIR ഇടുകയോ ഒരു അന്വേഷണം നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. വിവരാവകാശ രേഖ ഞങ്ങളോട് പറയുന്നത് അതാണ്. വിവരാവകാശ രേഖ അതാണ് ഞങ്ങളോട് പറയുന്നത്. അങ്ങനെ പുല്ലുവഴിയിലെത്തി ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുകയും അവസാനം ജീവനക്കാർ പ്രതികളായി കേസ് ഇപ്പോൾ നടന്നു വരികയാണ്.
അത് എറണാകുളത്തെ പുല്ലുവടിയിൽ നടന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രമാദമായ കേസ് മംഗളം ജംഗ്ഷൻ അറിയാം നമുക്ക്. MC റോഡിന്റെ സൈഡിലായിട്ടുള്ള മംഗളം ജംഗ്ഷൻ വട്ടമൂട് പാലത്തിന്റെ മുൻവശത്ത് 10 വയസ്സുള്ള ഒരു അരയാൽ അവിടെ ഉണ്ടായിരുന്നു. നഗരസഭാ കൗൺസിലറിന്റെ ഭർത്താവ് കോൺഗ്രസ്സുകാരനാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് എന്നെ പറ്റിയതാണെന്ന് അറിയത്തില്ല. അവർക്ക് മരം കണ്ട വലിയ അലർജിയാണ്. നേരത്തെ മനുഷ്യരെ കണ്ട അലർജി ആയതുകൊണ്ടായി ഭരണമെല്ലാം നഷ്ടപ്പെട്ടത്. ഇപ്പം മരം കണ്ടാലും അലർജി ആണെങ്കിൽ ഇവർക്ക് എങ്ങനെ തിരിച്ചു വരാൻ ഒക്കുമെന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ആ കോൺഗ്രസ് നേതാവ് സ്ഥലം MLA കണ്ട് 4 വെട്ടുകാർ വരുന്നു. അവർ രാത്രിയിൽ 10 വർഷക്കാലം പഴക്കമുള്ള അരയാൽ വെട്ടി അതിന്റെ ഇല പോലും എടുത്ത് നീക്കുന്നു. പിറ്റേ ദിവസം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരുമ്പോൾ അതിന്റെ വേര് വരെ പിഴുത് JCBക്ക് പിഴുതെടുത്തോണ്ട് പോയിട്ട് അവിടെ ടൈലിട്ടു. ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ ഒരിക്കൽ കേസ് വന്നു. കേസ് മുന്നോട്ട് പോയി. അത് എന്റെ സ്ഥലത്ത് നിൽക്കുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാദം. റവന്യൂവിനെ സമീപിച്ച് റവന്യൂ രേഖകൾ മുഴുവൻ ഞങ്ങൾ എടുത്തു. അത് പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് ആരുടെ കയ്യിലാണ്? അത് PWDയുടെ കയ്യിലാണ്. ആ പുറമ്പോക്ക് PWDയുടെ കയ്യിലാണെന്നുള്ള രേഖ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവുണ്ട്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ ആ മരത്തിന്റെ പാരിസ്ഥിതിക മൂല്യം കണക്കാക്കണം. ആ പാരിസ്ഥിതിക മൂല്യം എന്ന് പറയുന്നത് ഒരു അരയാല് 10 വർഷം പ്രായമുണ്ടെങ്കിൽ ആ അരയാൽ നിൽക്കുന്ന സ്ഥലത്തിന് പാരിസ്ഥിതിക മൂല്യം എന്ന് പറയുന്നത് 7,50,000 രൂപയാണ് പിഴ. 7,50,000 രൂപ കെട്ടിവെച്ചാൽ മാത്രമേ ആ കേസിൽ നിന്ന് തലയൂരാൻ സാധിക്കൂ ആ വ്യക്തിക്ക് എന്നുള്ള ഒരു വലിയ നിയമപ്രശ്നത്തിലേക്ക് ഞങ്ങൾ പോയി. കേരളത്തിൽ ഏറ്റവും ആദ്യമായി ആ വിധി സമ്പാദിച്ച ആൾ കൂടിയാണ് ഞാൻ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അതിന്റെ ഒരു പകർപ്പാണ് ഈ മരത്തിൽ കെട്ടിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജിജി നാരകത്താനിയുടെ വീട്ടിൽ ആളില്ല. ജിജി നാഗമറ്റത്തിന്റെ വീട്ടിൽ ആളില്ല, പേരാലില്ല, അരയാലില്ല. പ്രിയപ്പെട്ട മെമ്പർ ഒരു കാര്യം ഓർക്കണം. മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഷീല എന്ന് പറയുന്ന മെമ്പറും കൂടി, ശൈലജ എന്ന് പറയുന്ന മെമ്പർ കൂടി, ഈ 3 പേർ പുതിയതായിട്ട് ഒരു ആല് നട്ട് വളർത്തുന്നുണ്ട്. ആ ആല് എന്ന് പറയുന്നത് ഇതുപോലത്തെ അരയാലോ പേരാലോ നാൽപ്പാമരത്തിൽപ്പെട്ടതോ 14 ഇനത്തിൽപ്പെട്ടോ ആലുകളിൽ പെടുന്നതല്ല. ആ ആലിന്റെ പ്രായം 4 വർഷമാണ്. ആ ആലിന്റെ പ്രായം 5ാമത്തെ വർഷത്തിൽ അവസാനിക്കാൻ പോകുകയാണ്. ആ ആല് 4 വർഷം വളർന്നു കഴിഞ്ഞപ്പോൾ ആ ആലിന്റെ പേര് അധികാര ആൽ എന്നാണ്. ആ അധികാര ആൽ കേവലം 1 വർഷം കൂടി കഴിയുമ്പോൾ ഇനിയും തുടരണോ എന്ന് ഇവിടെ കൂടിയിട്ടുള്ള പൊതുജനങ്ങൾ തീരുമാനിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവരിനിയും പഞ്ചായത്തിൽ അധികാരം കൈയാളണോ വേണ്ടയോ എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കും. ഞാൻ ഇന്നാണ് അറിയാൻ സാധിച്ചത്, ഇവിടെ ഈ ടാക്സി സ്റ്റാൻഡ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഡ്രൈവർമാർക്കും ലേലം ചെയ്ത് കൊടുത്ത് ഒരു രീതിയായിരുന്നു ഉണ്ടായത്. ടാക്സി സ്റ്റാൻഡ് ലേലം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിരന്തരമായി ടാക്സി ഓടിക്കുന്ന ആളുകൾ മാത്രമാണ് ആ സ്റ്റാൻഡിൽ ഉണ്ടാവുക. എന്നാൽ ഈ നാരകത്താനി നാഗമറ്റക്കാരൻ ഒരിക്കൽ ഈ സ്റ്റാൻഡിൽ അദ്ദേഹത്തിന്റെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് കണ്ടു. അപ്പോൾ മറ്റുള്ള ഡ്രൈവേഴ്സിന് അസൗകര്യമാവുന്ന വിധത്തിൽ പാർക്ക് ചെയ്തപ്പോൾ
പ്രിയപ്പെട്ട നാഗപറ്റംകാരനോട് പറഞ്ഞു, ദയവായി നിങ്ങളുടെ വാഹനം ഒന്ന് മാറ്റിത്തരണം. അത് ഞാൻ മെമ്പറാണ്, എന്റെ വാഹനം മാറ്റാൻ പറയാൻ നീ ആരാണ്? ചോദിച്ച ചോദ്യമാണ്. എന്നാൽ ഡ്രൈവർമാർ എല്ലാവരും ഒത്തുകൂടി ആ വാഹനം ഇവിടുന്ന് മാറ്റണമെന്നും ഇത് ലേലം ചെയ്തെടുത്തിട്ടുള്ള ഞങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയനാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനം മാറ്റി. പിറ്റേ ദിവസം 2 മരം വെട്ടുകാരെ കൊണ്ടുവന്ന് ഇതിന്റെ സൈഡിലുള്ള 4 വലിയ മരങ്ങൾ വെട്ടിമാറ്റി. 2022 ഡിസംബർ മാസം 19-ാം തീയതി ഈ ആളിനെക്കാട്ടിലും വലിയൊരു ആൾ ഇവിടെ ഉണ്ടായി. ആ ആളെ വെട്ടിമാറ്റി. ഒരു മരം വെട്ടണമെന്നുണ്ടെങ്കിൽ ആ നിയമം എങ്ങനെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ജിജിയെ ഞങ്ങൾ മനസ്സിലാക്കിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന് കരുത്ത് ഞങ്ങൾക്കുണ്ട്. മരത്തിന് വേണ്ടി ഒരുങ്ങുന്ന മരങ്ങൾ വേണം എന്ന് പറയുന്ന വന മേഖലയ്ക്ക് വെളിയിലുള്ള പ്രദേശത്തെ മരങ്ങൾ ഇതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും തൽപര കക്ഷികളും വെട്ടിമാറ്റുന്നതിന് എതിരായി 2010 സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സഖാവ് ബിനോയ് വിശ്വം കൊണ്ടുവന്ന ബില്ലാണ്. ആ ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെമ്പാടും ജില്ലാ ട്രീ അതോറിറ്റികൾ രൂപം കൊണ്ടത്. ആ ജില്ലാ ട്രീ അതോറിറ്റികൾ രൂപം കൊണ്ടതിന് ശേഷമാണ് കേരളത്തിലെ പൊതു ഇടങ്ങളിലെ മരങ്ങൾ മുറിക്കണോ വേണ്ടായോ എന്ന് ആ കമ്മിറ്റി കൂടി തീരുമാനിക്കും. ആ കമ്മിറ്റിയിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആ സ്ഥലം വന്ന് കാണുന്നതിനുള്ള അനുമതി കൂടി ആ കമ്മിറ്റിക്കുണ്ട്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മരം ലേലം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ഇവിടെ ഈ മരങ്ങളെല്ലാം വെട്ടിയിട്ട് 16,500 രൂപയ്ക്ക് അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിലുള്ള മരങ്ങളെല്ലാം കൂടി ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ വേറൊരു കോൺഗ്രസ്സുകാരൻ മെമ്പറെ കൊണ്ട് കള്ളയൊപ്പിട്ട് അടച്ചോ അടച്ചില്ലയോ എന്നതിനും രസീതും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ സ്വകാര്യ വ്യക്തി പൊതുപ്രവർത്തകരായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ വീട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന ചെറിയ സങ്കുചിതമായ ചിന്തയോടുകൂടി മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അവരോടൊപ്പം ഞങ്ങളെ പോലുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ആല് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ആൽ സംരക്ഷണ സമിതിയും കൂടി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ മരം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും വർഷങ്ങളോളം നിലനിൽക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അയർക്കുന്നത്തിന്റെ ആടിൻ ചുവടായി ഈ മരം മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വൃക്ഷം നടു, മോക്ഷം നേടൂ. ജയ് ഹിന്ദ്.